ട്രാക്ടറിൽ സന്നിധാനത്തെത്തി നിയമവിരുദ്ധം എം.ആർ. അജിത് കുമാറിന്റെ ശബരിമല യാത്ര വിവാദത്തിൽ വീണ്ടും മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന് പണിയുന്ന ചോദ്യമാണ് ഉയരുന്നത്. എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിന്റെ ശബരിമല സന്ദർശനം വിവാദത്തിൽ എ.ഡി.ജി.പി ശബരിമലയിലേക്ക് നിയമവിരുദ്ധമായി ട്രാക്ടറിൽ യാത്ര ചെയ്തെന്നാണ് ആരോപണം. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നും ആളുകൾ കയറരുതെന്നും കർശന ഹൈക്കോടതി നിർദ്ദേശം നിലവിലുണ്ട്. എന്നാൽ എം.ആർ. അജിത് കുമാർ ഇത് ലംഘിച്ചതാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് കൈമാറിയെന്നാണ് സൂചന. ട്രാക്ടർ യാത്രയെക്കുറിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം വിജിലൻസിനോട് റിപ്പോർട്ട് തേടി. ശനിയാഴ്ച രാത്രി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തിരിച്ചും ട്രാക്ടറിൽ യാത്ര ചെയ്തു എന്നാണ് സൂചന. ക്യാമറകളില്ലാത്ത ഭാഗത്തു നിന്നാണ് ട്രാക്ടറിൽ കയറിയത്. റിപ്പോർട്ട് കിട്ടിയ ശേഷം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ വിവരം അറിയിക്കും. മാളികപ്പുറത്തെ നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠയുടെ ഭാഗമായി വെള്ളി മുതൽ ഞായർ വരെയാണ് ശബരിമല നട തുറന്നത്. ഇതിനിടെയാണ് ദർശനത്തിനായി എ.ഡി.ജി.പി ശബരിമലയിലെത്തിയത്. ഒപ്പിടേണ്ട ഫയലുകൾ തടഞ്ഞു വെച്ചു, കാലവെട്ടുമെന്ന് പറയുന്നിടത്ത് പോകില്ലെന്ന് കേരള വി.സി. താൻ ഒപ്പിടേണ്ട ഫയലുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തൃശൂരിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയുടെ തലവനെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് മോഹനൻ കുന്നുമ്മൽ ചോദിച്ചു. കേരള സർവകലാശാലയിൽ ചെല്ലണമെന്ന് തനിക്ക് നിർബന്ധമൊന്നുമില്ല. അവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഓർത്താണ് വിഷമം. ഫയലുകൾ ഓൺലൈനായി നോക്കാൻ സാധിക്കും. എന്നാൽ ഓൺലൈനായി നോക്കേണ്ട ഫയലുകൾ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വി.സിയുടെ അധികാരം നിർവചിച്ചത് മുൻ രാഷ്ട്രപതി സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്. വൈസ് ചാൻസലർക്ക് അദ്ദേഹം കൂടുതൽ അധികാരങ്ങൾ നൽകിയത് വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്ന നിലയിലാണ്. സിൻഡിക്കേറ്റ് വി.സിയുടെ ഉപദേശക സമിതിയാണ്. സിൻഡിക്കേറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ വി.സിക്കാണ് സിൻഡിക്കേറ്റിന്റെ കൂടി അധികാരം. സെനറ്റ് ചേരാത്ത സമയത്ത് വി.സിക്കാണ് സെനറ്റിന്റെയും അധികാരം. അക്കാദമിക് കൗൺസിൽ ചേരാത്ത സമയത്ത് അതിന്റെ അധികാരവും വി.സിക്ക് ഉപയോഗിക്കാം. അതാണ് നിയമം. ഇത്തരം സാഹചര്യങ്ങളിൽ വി.സിക്ക് തീരുമാനമെടുക്കാം. പിന്നീട് അതത് സമിതികൾ ചേരുമ്പോൾ ആ സമിതികളിൽ റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയെന്നാണ് നിയമത്തിൽ പറയുന്നത്. യൂണിവേഴ്സിറ്റി നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടത് വി.സിയുടെ അധ്യക്ഷതയിലായിരിക്കണമെന്ന്. ചിലപ്പോൾ വി.സിക്ക് പങ്കെടുക്കാനാകാത്ത സാഹചര്യം വരാം. അപ്പോൾ മറ്റൊരാളെ അതിന് ചുമതലപ്പെടുത്താനും വി.സിക്ക് അധികാരമുണ്ട്. സർവകലാശാലയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് വി.സി അല്ല. നിങ്ങളുടെ കാല് വെട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറുമോ? ഞാൻ കയറില്ല. എന്റെ പേരിൽ ഒരു അക്രമം ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹം. അത് ഡോക്ടർ എന്ന നിലയിലുള്ള മുൻകരുതലാണ്. രോഗം വരുമ്പോഴല്ല, അതിനു മുൻപെയാണ് ചികിത്സിക്കേണ്ടതെന്നും വി.സി കൂട്ടിച്ചേർത്തു. കേരള സർവകലാശാലയിൽ നടക്കുന്ന വിഷയങ്ങൾ ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള സർവകലാശാലയിൽ തന്നെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ഒരു വിഭാഗം പറയുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ എങ്ങനെ പോകാനാകുമെന്ന് വി.സി ചോദിക്കുന്നു. സർവകലാശാലയിലെ എന്ത് തീരുമാനവും നടപ്പിലാക്കാനുള്ള അധികാരം വി.സിക്കാണ്. വി.സിയുടെ അധികാരത്തെ നിയമസഭാ സ്പീക്കറുമായാണ് അദ്ദേഹം ഉപമിച്ചത്. കേരള നിയമസഭയിൽ സ്പീക്കർ ഒരു തീരുമാനമെടുത്താൽ അതിനെ മറ്റംഗങ്ങൾ ചേർന്ന് മാറ്റാൻ സാധിക്കുമോ എന്ന് മോഹനൻ കുന്നുമ്മൽ ചോദിച്ചു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചുവെങ്കിൽ അതിന്റെ രേഖ എവിടെയെന്ന് വി.സി ചോദിച്ചു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിയമപ്രശ്നമുണ്ടെങ്കിൽ അതിന് കോടതിയിൽ പോവുകയാണ് വേണ്ടത്. കേരളത്തിൽ ആദ്യമായല്ല ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നത്. സർവകലാശാലകൾ ജനങ്ങളുടേത് കൂടിയാണ്. അതുകൊണ്ട് അവിടെ ആര് കടക്കണം കടക്കരുത് എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പ്രത്യേക സംഘമല്ലെന്നും അദ്ദേഹം വിമർശിച്ചു. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾക്കിടയിൽ പത്തി വിടർത്തി പാമ്പ്, കടിവേടിച്ച് ഉദ്യോഗസ്ഥർ. ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാവുകയാണ് സെക്രട്ടേറിയറ്റ്. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് ജീവനക്കാരെ നിരന്തരം മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുമ്പോൾ കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്കിടയിൽ പാമ്പുകളുണ്ടോ എന്നാണ് ജീവനക്കാരുടെ ആശങ്ക. പാമ്പുകളുടെ സ്വൈര്യ വിഹാര കേന്ദ്രമായി മാറുകയാണ് സെക്രട്ടേറിയറ്റ്. കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥയെ പാമ്പ് കടിച്ച ശേഷമാണ് സെക്രട്ടേറിയറ്റിലെ പാമ്പ് ശല്യം സജീവ ചർച്ചയായത്. 2 വർഷം മുൻപ് സെക്രട്ടേറിയറ്റിലെ പാമ്പുകളെ തുരത്താൻ പൊതുഭരണ വകുപ്പ് മുന്നിട്ടിറങ്ങി. പക്ഷെ ഒന്നും എങ്ങും എത്തിയില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആലിലാണ് പാമ്പുകൾ കൂട്ടത്തോടെ താമസിക്കുന്നതെന്നാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്നത്. സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മേരംകുളം വനിതാ ബറ്റാലിയനിലെ എറണാകുളം സ്വദേശിക്കാണ് പാമ്പ് കടിയേറ്റത്.